അങ്ങനെ ഇവിടെ ഏടെയും നിൽക്കാൻ സമ്മതിക്കുന്നില്ല. സുഹൃത്തുക്കളെ, കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കനാലാണ് കനോലി കനാൽ. വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ കനോലി സാഹിബ് കോഴിക്കോട് കളക്ടറായിരിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തും കാരന്തൂർ, അതുപോലെ എരഞ്ഞിക്കൽ, മുഖവൂർ ഈ ഒഴുകി വരുന്ന സ്ഥലങ്ങളിൽ കൃഷിക്കാവശ്യമുള്ള വെള്ളമെത്തിക്കാനും അതോടൊപ്പം തന്നെ നഗരത്തിലേക്കുള്ള ഗതാഗത യോഗ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഇത് നിർമ്മിച്ചതെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോൾ ഇതൊഴുകിയെത്തുന്നത് നമ്മുടെ നാട്ടിലെ എരഞ്ഞിക്കൽ പുഴയിൽ കടന്നുകൊണ്ട് വലിയരുത്തി, പെരുന്തിരുത്തി, എലത്തൂർ ഭാഗത്തൂടെ കടന്ന് കടലിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതുകൊണ്ട് തന്നെ ആവണം നഗരത്തിൽ നിന്ന് എന്ത് വേസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാലും അത് നമ്മളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അധിക ദിവസവും ഇതിലെ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു രസമായ കാഴ്ചയാണ്. ഇതിന് നാം തന്നെ ഒരു പരിഹാരം കണ്ടെത്തണം. കാണുന്നവരും കേൾക്കുന്നവരും അതോടൊപ്പം തന്നെ അനുഭവിച്ചറിയുന്നവരും ഇതിനൊരു മാറ്റം വരുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കവറിൽ കെട്ടി വന്ന മാലിന്യം എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ ഇതുപോലെ കവറിൽ കെട്ടാതെയും കെട്ടിയും ഒഴുക്കിയും ഒഴുക്കാതെയും നമ്മുടെ കനാലിൽ വന്ന് ചേരുന്ന ഇത്തരം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് നമ്മുടെ നാട്ടിലാണെന്നുള്ളത് നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയെങ്കിലും ഇതിന് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പലരും ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു കാലത്തും അത് നടപ്പാക്കി വന്നിട്ടില്ല. ഈ വേസ്റ്റ് വരുന്നത് എവിടെ നിന്നാണെന്നും അതിന് ഒരു അറുതി വരുത്തേണ്ടത് നമ്മുടെ നാട്ടുകാരുടെയും അധികാരികളുടെയും ഒരു കാര്യമാണെന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരു കനാൽ സൗന്ദര്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്കും നാടിനും ഗുണപ്രദമാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.